சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை. ഞങ്ങൾ അങ്ങനെ സത്യം പറഞ്ഞ പാട്ടിനെ കുറിച്ച് ഡിസ്കഷന് അവിടെയും കോമഡി പ്രോഗ്രാം ആണ്. അതെ, എന്താ പറയാ, നല്ല കോമഡി സ്റ്റിക്കേഴ്സ് അയക്കുക, ചിരിക്കുക. എക്സാക്ട് പാലക്കാടല്ല, നമ്മുടെ ഇതാണ് പാലക്കാട്. പക്ഷെ എല്ലാം അറിയാം, പാലക്കാട്ട് എല്ലാം. അതെ അതെ, ഓർഡിനറിയില് ബിജുമേനം പറയുന്ന ഭാഷയൊക്കെ നമുക്ക് അറിയാം, പിന്നെ അതൊന്നും നമ്മളെടുത്ത് പ്രയോഗിക്കാറില്ല എന്ന് മാത്രം. ഈ പാട്ട് എന്താ പറയാ, നമുക്ക് സ്ട്രെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം ഏത് പാട്ട് കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ, ഒരു മെലഡി ആണോ അല്ലെങ്കിൽ ഗസൽസ് ആണോ? സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ എനിക്കില്ല കേട്ടോ. അയ്യോ, അത് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അല്ല, ഞാൻ അങ്ങനെ അല്ല, എല്ലാരും കുറെ പേര് അല്ല ടെൻഷൻ അടിക്കാറില്ല എന്ന് പറഞ്ഞാൽ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇന്ന പാട്ട് കേൾക്കണം അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ സത്യം പറഞ്ഞ കോമഡി ഷോസ് കാണും. ഞാൻ ഹാപ്പി ആവാൻ ഞാൻ ചെയ്യണ കാര്യം അതാണ്. ഇപ്പൊ നമ്മള് വെറുതെ പറയാൻ വേണ്ടി പലതും പറയാം, പക്ഷെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു മൂഡ് ഓഫ് ആയിരിക്കുമ്പോ എന്നല്ല, ബാബുക്കയുടെ പാട്ടുകളാണ് എനിക്ക് എത്ര കേട്ടാലും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടാലും മടുപ്പ് തോന്നാത്ത പാട്ടുകൾ. എനിക്ക് അത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാത്ത ചില പാട്ടുകൾ ചില സമയത്ത് കേൾക്കണം തോന്നുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് അങ്ങനെ കേൾക്കണതാണ്. അതല്ലാതെ മൂഡ് ഓഫ് ആവുമ്പോൾ ഞാൻ എന്നെ ഹാപ്പി ആക്കാൻ ചെയ്യണത് കോമഡി വീഡിയോസ് കാണും സത്യത്തിൽ. അല്ല, അത് നല്ല, നമുക്ക് ഭയങ്കര പെട്ടെന്നൊരു ഉന്മേഷം. ചിലപ്പോ ചളി കോമഡി ഒക്കെ ആയിരിക്കും, പക്ഷെ അത് കാണുമ്പോ പെട്ടെന്ന് മൈൻഡ് ഡിസ്ട്രാക്റ്റഡ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പാട്ട് പാടുന്ന ആൾക്കാർ, എന്റെ വിചാരം നല്ല നല്ല വേറെ പാട്ടുകള് മെലഡി ഒക്കെ പോകുമ്പോ കുറച്ചും കൂടെ ഒന്ന് ഉണ്ടാവും കേട്ടോ. അതിപ്പോ ഓരോരുത്തരുടെ ഒരു. അതെ അതെ. എന്താ ഹോബീസ് ഒക്കെ എന്താ? പാട്ടല്ലെങ്കിൽ എന്താ ചെയ്യാറ്? ഇതേപോലെ കോമഡി ഷോസ്, ഫുൾ ടൈം കോമഡി ഷോസ്. ഒരു ഹോബി ഇല്ല, വീട്ടിലെ പണിയൊക്കെ ഞാൻ ചെയ്യും നന്നായിട്ട്. അതെ, കുട്ടി എനിക്ക് അങ്ങനെ വെറുതെ ഇരിക്കാനുള്ള അങ്ങനെ ആഗ്രഹമുണ്ട്, ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യാനൊന്നും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറ്റില്ല. എന്നുവെച്ചാ വീട്ടില് വേറെ ആർക്കും അങ്ങനെയുള്ളതിനോടൊന്നും താല്പര്യമില്ല. ഇതിപ്പോ ശരിക്കും നമ്മളില്ലെങ്കിലും വേറെ ഒരാൾ ടേക്ക് കെയർ ചെയ്യാനുണ്ടെങ്കിൽ ഈ ഹോബീസൊക്കെ, ഇങ്ങനത്തെ ഹോബീസൊക്കെ അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒന്നും അങ്ങനെ ആരും ഇല്ല. കുട്ടികള് ഫാമിലിയെ കുറിച്ചിട്ടൊന്ന് പറയാമോ? ഫാമിലി പറയണ പോലെ എനിക്ക് അച്ഛൻ്റെ അമ്മ, അച്ഛനിപ്പില്ല, എൻ്റെ സിസ്റ്റർ, അവരുടെ ഹസ്ബൻഡ് സുരേഷ്, അവർക്ക് 2 ആൺകുട്ടികള്, സിദ്ധാന്ത്, വേദാന്ത്. അവര് പൂനെയിൽ സെറ്റിൽഡ് ആണ്. എൻ്റെ ഹസ്ബൻഡ് അരുൺ, 2 മക്കള്. മൂത്താള് ആനന്ദ് +2 പഠിക്കുന്നു, രണ്ടാമത്തത് ആരാധ്യ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പൊ മക്കൾക്ക് എങ്ങനെയാ പാട്ടിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ? പാടും, ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പൊ അവളെ പഠിപ്പിക്കണ്ട, അവനെ കുറച്ചുനാൾ പഠിപ്പിച്ചു, പക്ഷെ അവന് യാതൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ കീബോർഡ് കുറച്ചുനാൾ പഠിച്ചു. പിന്നെ ഇപ്പൊ പിന്നെ SLCയും ഇതൊക്കെ ആയപ്പോ പിന്നെ സത്യത്തില് വലിയ ഇഷ്ടമാണ്, വായിക്കുകയൊക്കെ ചെയ്യും, പാടും ചെയ്യും. ഇതൊക്കെ ഉണ്ട്, ടാലന്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ചെയ്യാനുള്ള ക്ഷമല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾ അത് നമ്മള് പുഷ് ചെയ്തിട്ടും കാര്യമില്ല, അവർക്ക് ഇപ്പൊ മോളെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അത് എത്ര ദിവസം അവള് പഠിക്കുന്നുള്ളത് എനിക്ക് അറിയില്ല. കർണാട്ടിക് തന്നെയാണോ? കർണാട്ടിക് തന്നെ. എന്റെ ജൂനിയർ ആയിട്ട് ഇവിടെ പഠിച്ച, ആർവിയിൽ പഠിച്ച ഒരു പയ്യൻ ഗോപികൃഷ്ണൻ. അപ്പൊ അമ്മ പാടുമ്പോ അവരെന്തെങ്കിലും സജഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ? കേൾക്കാനേ വരില്ല, പാട്ട് കേട്ടിട്ടില്ല. അമ്മ പഴയ പാട്ടുകൾ അല്ല അതൊക്കെ കേൾക്കും, യാദൃശ്യമായിട്ടൊക്കെ കേൾക്കണത്. നമ്മളങ്ങനെ വീട്ടില് അങ്ങനെ ഞാൻ പാടി ആ പരിപാടിയില്ല. ഞങ്ങള് വേറെ അടി കൂടുതൽ മാത്രമേ ഉള്ളൂ. വീട്ടിൽ പോയ തനിയൊരു അമ്മയാണ്, തനി അമ്മയും തനി ഭാര്യയും ഭർത്താവും എല്ലാരും അങ്ങനെ. അല്ലാതെ എങ്ങനെയാ പാട്ടില് താല്പര്യമുള്ള ആളാണോ? താല്പര്യമുണ്ട്, എന്നേക്കാൾ കൂടുതൽ പാട്ട് കേൾക്കണ ആളാണ്. പാടുവോ? പാട്ട് ഇല്ല, പാടില്ല. പക്ഷെ അവര് എല്ലാരും പാട്ട് ധാരാളം കേൾക്കുന്ന ആളുകളാണ്. പാട്ടിനെ കുറിച്ച്
ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ അറിയാവുന്ന ആളുകളാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞതിന്റെ ശേഷമാണല്ലോ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് പുള്ളിയുടെ വലിയൊരു സപ്പോർട്ട് അതില് അതുണ്ട് തീർച്ചയായിട്ടും. എണ്ണ ആയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ ഫീൽഡിനെ പറ്റി ചിന്തിക്കുകയില്ല. ചിന്തിക്കില്ലായിരുന്നു. അത് തീർച്ചയായിട്ടും തുടക്കകാലത്ത് തന്നെ എല്ലാവരുടെയും കൊണ്ടു നടന്നിരുന്നതും സ്റ്റുഡിയോകളിൽ റെക്കോർഡിങ്ങിന് ഒരു മോൻ കുട്ടിയാവുമ്പോൾ ആള് കാറിൽ വന്ന് അവനെ കാറിലിരുത്തി. അത് എനിക്ക് മനസ്സിലാക്കാം. കാരണം രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള തീർച്ചയായിട്ടും ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഈ ഒരു ഫീൽഡിൽ നിന്നല്ല ഏതിലാണെങ്കിലും, പ്രത്യേകിച്ച് അമ്മയും കൂടെ ആവുമ്പോ മക്കളുടെ കാര്യം നോക്കണം. സെയിം ടൈം നമ്മുടെ പ്രൊഫഷൻ സൈഡും നമ്മള് ക്ലിയർ ആവണം. അത് നല്ലോണം സപ്പോർട്ട് വേണം എന്നാ മാത്രമേ. അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കണം എത്രയോ ടാലന്റ് ആയിട്ടുള്ള ആൾക്കാര് ഈ ഒരു ഇതിൽ വന്നിട്ടും ചിലപ്പോ സസ്റ്റെയിൻ ചെയ്യാതെ പോയതിന്റെ ഒക്കെ റീസൺ. ഇപ്പൊ ചിത്രേച്ചിയുടെ ചേച്ചി നല്ല സിംഗറാണ്, പക്ഷെ ഈ പറഞ്ഞ പോലെ സാഹചര്യങ്ങൾ ഒത്തുവരാൻ. അതെ അതെ, എത്രയോ പാട്ടുകാര് നമ്മൾ അറിയാതെ വീട്ടിലിരുന്ന് ഇപ്പൊ പക്ഷെ അത് കുറേം കൂടെ സോഷ്യൽ മീഡിയയിൽ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവര് ചില പാട്ടുകളൊക്കെ അവരാ പോലും അറിയാണ്ട് വൈറലായിട്ട് മ്യൂസിക് കമ്പോസേഴ്സ് കേട്ടിട്ട് അവരെ വിളിച്ച് പാടിപ്പിച്ചിട്ടുള്ള കുറെ. അപ്പൊ പാട്ടല്ലായിരുന്നെങ്കിൽ, ഇപ്പൊ പാട്ട് പ്രൊഫഷനാക്കി അല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അടുത്ത ചെയ്യുന്നുണ്ടാവുക? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. ചിലപ്പോ കുറച്ച് കുട്ടികൾക്ക് പാട്ട് ട്യൂഷനൊക്കെ എടുത്ത് അങ്ങനെ മ്യൂസിക് ടീച്ചർ അല്ലെങ്കിൽ പാട്ട് ടീച്ചർ എന്നുള്ള അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ വേറെ അങ്ങനെ നല്ലോണം പണിയെടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളല്ല. എനിക്ക് തോന്നുന്നു കലാ പാരമ്പര്യമുള്ള കുടുംബത്തിലാണല്ലോ. അപ്പൊ വല്യച്ഛൻ മുണ്ടൂര് ചെറുകഥാകൃത്താണ്. വല്യച്ഛന്റെ ഒരു ഇതെങ്ങനെയായിരുന്നു ഇതിലോട്ട് വരാൻ വേണ്ടിട്ട്? പറയാതിരിക്കാൻ പറ്റില്ല വല്യച്ഛൻ്റെ ഒരുപാട്. കാരണം ഉച്ചാരണം, ഇപ്പൊ നമ്മള് സാധാരണ വീട്ടിൽ പറയുമ്പോ നമ്മള് അച്ഛ വല്യച്ഛ അങ്ങനെയൊന്നും പറയുന്നത്, അച്ഛ വല്യച്ഛ അങ്ങനെയൊക്കെ. അപ്പൊ എപ്പോഴും എനിക്ക് വല്യച്ഛൻ എപ്പോഴും മെൻഷൻ ചെയ്തിരുന്ന ഒരു കാര്യം വല്യച്ഛ. നമ്മളിപ്പോ വേന്നാണ് പറയാ, ശരിക്കും എഴുതുമ്പോ വല്യച്ഛൻ എന്നാണ് എഴുതുക. അപ്പൊ അത് ഞാൻ എപ്പോഴും നീ എന്ത് ഈ വെല്ലിച്ച വിളിക്കണ വല്ലിച്ച എന്ന് വിളിക്കുക എപ്പോഴും പറയും. വേ ഇല്ലല്ലോ ശരിക്കും, ആ കുനിപ്പില്ല ശരിക്കും. അപ്പൊ പക്ഷെ എന്താ വെച്ചാൽ വല്യച്ഛൻ അങ്ങനെ കുറെ എപ്പോഴും ഞാൻ പറയുമ്പോ വല്യച്ഛൻ തന്നെ പറയാ. പക്ഷെ ഇപ്പൊ നമ്മളല്ലാതെ ഒരു കാര്യത്തിന് വേണ്ടി വായിക്കുമ്പോഴോ അല്ലെങ്കിൽ പാട്ട് പാടുമ്പോഴോ ഒക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ അതിന്റെ ഒരു റീസൺ വല്യച്ഛൻ്റെ അന്നത്തെ ട്രെയിനിങ് ആണ്. കവിതകൾ കുറെ വല്യച്ഛൻ ഈ പറയണ പോലെ ഒരു മോളുടെ പോലെയായിരുന്നു. എവിടെ പോയാലും ഇപ്പൊ ഒരു പ്രെയർ കേട്ടാലും അല്ലെങ്കിൽ ഒരു കവിത കേട്ടാലും അല്ലെങ്കിൽ ഒരു ലളിതഗാനം നല്ലത് കേട്ടാലും വല്യച്ഛൻ റെക്കോർഡ് ചെയ്ത് വാങ്ങിയിട്ട് വരുന്നിട്ട് എന്നെ പഠിപ്പിക്കും. വല്യച്ഛനാണ് കവിതകളുടെയൊക്കെ കോമ്പറ്റീഷൻ എന്നെ പ്രിപ്പയർ ചെയ്യിച്ചിരുന്നത്. സിനിമയിലും അത്യാവശ്യം സിനിമയിൽ കളിയൂഞ്ഞാല് അങ്ങനെയൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സീരിയലില് വല്യച്ഛന് ശരിക്കും എനിക്ക് തോന്നുന്നു എഴുത്തുകാരൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് വല്യച്ഛൻ എൻജോയ് ചെയ്ത് ചെയ്തിരുന്നത് അഭിനയമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു വല്യച്ഛന്. സ്ക്രീനിൽ കണ്ടു. അപ്പൊ പണ്ട് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോ വല്യച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഓടി വരും, കുട്ടികളും ഇങ്ങനെ മുണ്ടിൽ പിടിച്ച് വലിച്ചിട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. വല്യച്ഛന് ഇഷ്ടമുള്ള പാട്ടുകൾ ഏതായിരുന്നു അന്നത്തെ കാലത്ത്? പണ്ടത്തെ അവരുടെ അടുത്തൊക്കെ ഒരുപാട് പണ്ടത്തെ സൈഗാളിന്റെ പാട്ടുകളൊക്കെ, സോജ രാജകുമാരി ഭയങ്കര എന്നെന്ന് പറഞ്ഞ പോലെ വല്യച്ഛൻ കേട്ടിരുന്നു. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കൂടുതലായിട്ട് ഈ കവിതകള് അതുപോലെ വല്യച്ഛൻ എഴുതും, ലളിതഗാനം എഴുതി തരും. എന്നിട്ട് മണ്ണൂർ രാജകുമാരനുണ്ണി നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്, മാഷ് മ്യൂസീഷ്യനുമാണ്. അപ്പൊ അദ്ദേഹം കമ്പോസ് ചെയ്യും. ഞാനും അച്ഛനും കൂടി അവിടെ പോയി പഠിച്ച് അങ്ങനെ കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ കുറെ അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. വല്യച്ഛന് ഇഷ്ടമുള്ള പാട്ട് ഏതായിരുന്നു ആ സമയത്ത്? എപ്പോഴും പാടാൻ പറയണ രീതിയിലുള്ള പഴയ ഏതെങ്കിലും പാട്ടുകള്? എന്നോട് സിനിമാ പാട്ട് അങ്ങനെ വല്യച്ഛൻ അധികം പാടാൻ പറഞ്ഞിട്ടില്ല. എന്നോട് എപ്പോഴും ഒന്നുകിൽ വല്യച്ഛൻ അതായത് വേറെ ആരെങ്കിലും ഒക്കെ ഇപ്പൊ വല്യച്ഛനെ കാണാൻ വരുമ്പോ ആര് വന്നു പോയാലും എന്നോട് പാടാൻ പറയും. അത് എന്റെ ഡ്യൂട്ടിയാണ്. എനിക്ക് അന്ന് ഭയങ്കര ദേഷ്യമായിരുന്നു അത്. ശരിക്കും അന്ന് പാടി പാടി നമ്മുടെ ആ ഒരു അതാണ് ശരിക്കും ആക്ച്വലി അതാണ് കേട്ടോ സത്യാവസ്ഥ. അതാ. പക്ഷെ നമ്മൾ അന്നത്തെ കുട്ടിക്കാലത്ത് നമ്മൾ ചിലപ്പോ ഓടി കളിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും ചിത്ര നീ ഇവിടെ ഒരു പാട്ട് പാടുക പറയുമ്പോ പിന്നെ നമ്മൾ ഇഷ്ടമല്ലെങ്കിലും പോയി ചെയ്യണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ അന്ന് കുറെ ദേഷ്യം തോന്നിയിട്ടുണ്ടോ വല്യച്ഛനോട്. പക്ഷെ അതിന്റെയൊക്കെ ഗുണം ഇപ്പോഴാണ്. വല്യച്ഛൻ അങ്ങനെ കൂടുതലും കവിതകള് അങ്ങനെയുള്ളതാണ് കൂടുതലും പാടിപ്പിച്ചിരുന്നത്. നമുക്കൊരു 4 വരി വല്യച്ഛന്റെ കവിത കേട്ടാലോ? ഒരു ലളിതഗാനം വല്യച്ഛൻ ചെയ്തത് ഞാൻ പാടാം. പറയുക രാധേ പറയൂ പറയൂ നിറയുവതെന്തിനു മിഴികൾ,
പറയുക നിന്നുടെ കള്ളൻ കണ്ണൻ പറയാതെങ്ങോ പോയോ, അതോ പരിഭവമോടെ അകന്നു. ഇങ്ങനെ കുറേ പാട്ടുകളുണ്ട്. നല്ല രസമുണ്ട് കേൾക്കാൻ ട്ടോ. എന്താ പറയാ, ഇത് മലീഷിന്റെ കവിതയാണോ? മലീഷിന്റെ കവിതയാണ്. ഓ ശരി ശരി. രാജമാന്യ മാഷ് കമ്പോസ് ചെയ്ത് ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് അന്ന് അങ്ങനെയായിരുന്നു. മറ്റേ കാസറ്റിൽ വന്ന പാട്ടുകൾ അതൊക്കെ കുറേ റിപ്പീറ്റേഷൻസ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സമയമൊക്കെ ആയപ്പോഴേക്കും. അപ്പം പുതുമുള്ള പാട്ടുകൾക്ക് കുറച്ചുകൂടി ജഡ്ജസ് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കുറേ പേര് ഞങ്ങളുടെ കൂടെയൊക്കെ കോമ്പറ്റീഷന് വന്നിരുന്ന എല്ലാ കുട്ടികളും ഇതുമാതിരി ഇങ്ങനെ പുതിയതായി കമ്പോസ് ചെയ്ത് അവരുടെ മാഷ്മാരാരെങ്കിലും ഒക്കെ ചെയ്ത്. എൻ്റെ ക്ലാസ്സിൽ 2 പ്രൊഫഷണൽ സിംഗേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ BA പഠിക്കുമ്പോൾ. അന്ന് അവരന്നേ ഭയങ്കര എന്താ പറയുക സെലിബ്രിറ്റീസാണ് നമ്മുടെ ക്ലാസ്സിൽ. ഞാനൊക്കെ പ്രതിഭ, വൃന്ദ, ഇങ്ങനെ 2 പേര്. അവർ 2 പേരും അന്ന് തന്നെ സ്റ്റേജ് ഷോസിന്, ഉണ്ണിമേനോൻ അങ്ങനെയുള്ള വലിയ വലിയ സിംഗേഴ്സിൻ്റെ ഒപ്പം അന്ന് തന്നെ സ്റ്റേജ് ഷോസും എല്ലാം ചെയ്തിരുന്ന, കാസറ്റിലും എല്ലാം പാടിയിരുന്നു. അപ്പോൾ അന്ന് നമ്മളെല്ലാവരും, ഞങ്ങളാരും അന്ന് സിനിമ പാട്ട് പാടില്ല. അപ്പം ഞങ്ങൾ ബാക്കി ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കൂടുതലായിട്ടും ക്ലാസിക്കലിലാണ് ശ്രദ്ധ കൊടുത്തിരുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും അത്ര അങ്ങനെ പാടാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ആർക്കും ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഇവര് പാടുമ്പോൾ ഞങ്ങളിങ്ങനെ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട്. പ്രതിഭ ഇപ്പൊ പാലക്കാട് തന്നെയാണ്, വൃന്ദ ഇപ്പൊ ഇവിടെ എറണാകുളത്തുണ്ട്. അവരായിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും കൂടി ഇങ്ങനെ ഇടയ്ക്ക് ഗെറ്റ് ടുഗദർ അങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങൾ ഒരുപാട് പഴയ എക്സ്പീരിയൻസും കാര്യങ്ങളും കോളേജ് പഠിച്ചതും ഞങ്ങള് ശരിക്കും എല്ലാവരുടെയും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. കോളേജ് കാലഘട്ടമായിരിക്കും ഏറ്റവും നല്ല, ഏറ്റവും ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോണത് വളരെ കുറവാണ്. പിന്നെ എനിക്ക് തോന്നി ഞങ്ങള് ഇപ്പൊ വാട്സാപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീണ്ടും അതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങള് എണ്ണത്തിൽ ചുരുക്കമാണ്. ഈ മ്യൂസിക്കിലെ പിള്ളേരായതുകൊണ്ട് അന്ന് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 12 പിള്ളേർ എന്തേ ഉള്ളൂ ക്ലാസ്സിൽ. അതും തുടങ്ങി കുറേ പേര് ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ കുറേ പേര് ഡ്രോപ്പ് ചെയ്ത് പോയി. അപ്പൊ എല്ലാം കൂടി ഞങ്ങളൊരു 10 പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഉള്ള ആൾക്കാർ ഭയങ്കര ബോണ്ടിങ് ആണ്. ഇപ്പോഴും ഉണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പും ഒക്കെ അപ്പൊ നമുക്ക് പുതിയ സോങ്സിന്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും എല്ലാം. ഇപ്പം എനിക്ക് തോന്നുന്നു ചിത്രപാടിയ പാട്ടിനെ കുറിച്ചിട്ടുള്ള ഞങ്ങൾ അങ്ങനെ സത്യം പറഞ്ഞ പാട്ടിനെ കുറിച്ച് ഡിസ്കഷന് അവിടെയും കോമഡി പ്രോഗ്രാം ആണ്. അതെ, എന്താ പറയാ, നല്ല കോമഡി സ്റ്റിക്കേഴ്സ് അയക്കുക, ചിരിക്കുക. അപ്പൊ പ്രൊഫഷൻ സൈഡൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു ഷെയർ ചെയ്യും. അതായത് ഇപ്പൊ വൃന്ദയുടെ എന്തെങ്കിലും കണ്ടാൽ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും കണ്ടാൽ വേറൊരു, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഷെയർ ചെയ്യണതേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല. നമ്മളങ്ങനെ ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. അവനെ തന്നെ ക്രിട്ടിസൈസ് ചെയ്താൽ എനിക്ക് തോന്നുന്നു 3500 കൂടുതൽ പടങ്ങള് പടല്ല, സോങ്സ് എല്ലാം കൂടി ആൽബംസും എല്ലാം കൂടി അത്രയും സിനിമയിൽ എനിക്ക് തോന്നുന്നു ബിജുചേട്ടന്റെ ആണ് കൂടുതലും പാടിയിരിക്കുന്നത്. പെട്ടെന്ന് ഓർമ്മ വരുമ്പോ ഏത് പാട്ടാണ് പാടാൻ തോന്നണത്? ബിജുചേട്ടൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് റാണി പത്മിനി എന്നുള്ള സിനിമയില് മഞ്ജു വാര്യർക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടിയിരുന്നു. അതാണ് എൻ്റെ കരിയറിലൊരു എന്താ പറയാ, സിനിമയിൽ വന്ന ഏറ്റവും നല്ലൊരു മെലഡി അതാണ്. അതിന്റെ മഞ്ജു ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, മഞ്ജു വാര്യറിന്റെ സൗണ്ട് ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സംസാരത്തില്? എനിക്ക് കേൾക്കുമ്പോ അങ്ങനെ എവിടേക്കോ ഒരു ഫീൽ വരുന്നുണ്ട്, എവിടെയോ മഞ്ജുവിന്റെ ഒരു കുറച്ച് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഈ പാട്ടിന്റെ കമന്റ്സിൽ തന്നെ ആരൊക്കെ ഇട്ടുണ്ട് മഞ്ജു വാര്യർ പാടിയതാന്ന് വിചാരിച്ചേന്ന് പറഞ്ഞു. അത് ഭയങ്കര നല്ല സിങ്ക് ആയിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അല്ല, സംസാരത്തിന്റെ ഉണ്ട്. അപ്പം എനിക്കറിയില്ല, പക്ഷെ മഞ്ജു വാര്യർ തൃശ്ശൂർ സൈഡാണ്, പാലക്കാടും കൂടി എങ്ങനെയാന്ന് അറിയില്ല. ഒരു സ്ലാങ് ഒക്കെ എവിടേക്കോ ഒരു ഞാൻ പാലക്കാട് വെച്ചാല് അച്ഛന്റെ വീട് പാലക്കാടാണെങ്കിലും അമ്മയുടെ വീട് പട്ടാമ്പി ആ ഭാഗമാണ്. അതുകൊണ്ടാണ് ടിപ്പിക്കൽ ആ ഒരു പാലക്കാടൻ ഭാഷയല്ല, ശരിക്കും എക്സാക്ട് പാലക്കാടല്ല, നമ്മുടെ ഇതാണ്. നമുക്ക് ആ പാലക്കാട് പക്ഷെ എല്ലാം അറിയാം, പാലക്കാട്ട് എല്ലാ അതെ അതെ അതെ. ഓർഡിനറിയില് ബിജുമേനോൻ പറയുന്ന ഭാഷയൊക്കെ നമുക്ക് അറിയാം, പിന്നെ അതൊന്നും നമ്മളെടുത്ത് പ്രയോഗിക്കാറില്ല മാത്രം. അത് പറഞ്ഞ നമുക്ക് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല എവിടെന്നാന്നുള്ളത്. അതെ, ഇതാണ് പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കണത് ഇതായതുകൊണ്ട്. എറണാകുളത്ത് വന്നിട്ട് ഇപ്പൊ ശരിക്കും പാലക്കാടും എറണാകുളത്തും 40 വയസ്സായി എനിക്ക്. 20 വർഷം പാലക്കാടും 20 വർഷം എറണാകുളത്തുമാണ്. പക്ഷെ ഇത് വർത്തമാനം ഒന്നും മാറിയിട്ടില്ല എപ്പോഴും. ചെറുപ്പം മുതലൊക്കെ ശീലിച്ചതുകൊണ്ടല്ലേ. അപ്പൊ നമുക്ക് ബാക്ക് ടു മഞ്ജു വാര്യർ റാണി പത്മിയിലോട്ട് വരാം. അതിന്റെ 4 വരി പാടാം.
ഒരു മകരനിലാവായി തളിരില തഴുകൂ, പെരുമഴ ചെവിയോർക്കും പുതുനിലമായി നിൽപ്പൂ ഞാൻ, ഒരു മകരനിലാവായി തളിരില തഴുകൂ. ഭയങ്കര രസം. എനിക്ക് തോന്നുന്നു ഞാൻ അധികം ചിത്രം കൊണ്ട് പാടിപ്പിച്ചില്ല, നമ്മൾ അധികം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വർത്താനം. പാലക്കാട്ടുകാരല്ലേ, വർത്തമാനപ്രിയരാണ്. ഇപ്പൊ ഓണൊക്കെ വരണ സമയത്ത് ഈ ഓണത്തിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും പാട്ടുകൾ മനസ്സിൽ പെട്ടെന്ന് വരണ പാട്ട് ഏതാണ്? തീർച്ചയായിട്ടും കുറെ ഓണപ്പാട്ടുകളുണ്ട്. നമ്മള് ദാസാറുടെ തരംഗിണിയൊക്കെ അതെ ഒരുപാടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പാടിയൊരു പാട്ടിന്റെ ഈ പറയണ പോലെ കുറെ വർഷം മുന്നേ പാടിയതാണ് ഓണത്തിന്. അത് ശരിക്കും ഒരു ഓണക്കാലത്തെ പാടിയെങ്കിലും ഒരു പ്രകൃതിയെ കുറിച്ച് പറയണ ഒരു പാട്ടായിട്ടാണ്. അപ്പൊ അത് ലളിതഗാനായിട്ട് ഒരുപാട് ആളുകള് കോമ്പറ്റീഷനിൽ പാടാറുണ്ട്. എന്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ട്. ഇവിടെ ആർവിയിൽ പഠിച്ച പിള്ളേരൊക്കെ പറയും, നിന്റെ പാട്ടോണ്ട് തോറ്റു, 30 പിള്ളേര് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ 25 പുഴയുടെ തീരത്തായിരിക്കും പാടുന്നത്. അത് ഈ പറയണ പോലെ സിമ്പിളാണ്, എല്ലാവർക്കും കുട്ടികൾക്ക് പാടാൻ പറ്റും. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. ഈ പറയണ പോലെ രാജേഷ് അത്തിക്കായം ജോജി ജോൺസ് ആ സെയിം കൂട്ടുകെട്ടിലുണ്ടായ പാട്ടാണ്. ഒരുപാട് പിന്നെ എന്തോ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ട് തോന്നുന്നു ആ പാട്ടിന്. അങ്ങനെ കുറേ പേര് അതിങ്ങനെ പറയാറുണ്ട്. ഇപ്പോഴും ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ എവിടെ പോയാലും ഇപ്പൊ നമ്മളൊരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള നിലയ്ക്ക് എവിടെ പോയാലും നോർമലി എല്ലാവരും സിനിമാ പാട്ടുകളായിരിക്കും. പക്ഷെ എന്നെ കൂടുതലും ഈ പാട്ടുകളിലൂടെയൊക്കെയാണ് തിരിച്ചറിയുന്നത്. മനസ്സ് തട്ടിയത് ആ പാട്ടുകളാണ് എല്ലാവരുടെയും. നമുക്ക് ആ പാട്ട് തന്നെ കേൾക്കാം. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു, പുഴയിലൊരാകാശം കണ്ടു, മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു, തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു, തിരുവോണ തോണികൾ കണ്ടു, പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. അത് ഓണത്തിന്റെ ഫീലും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം പ്രകൃതിനെ വരികളുടെ ഒരു അയ്യോ നല്ല വെറുതെ അല്ലായിരിക്കും കുട്ടികൾ ഈ പാട്ട് രാവിലെ എന്നുള്ളത് മാത്രമേ ശരിക്കും അതെ ഓണം ബേസ് ചെയ്യില്ല. പക്ഷെ എന്നാലും അവിടേക്ക് ഒരു ഓണത്തിന്റെ ഫീല് കൊണ്ടുവരുന്നുണ്ട് വരികളില്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. ഇത്രയും നേരം ഞങ്ങളുടെ മുന്നിലിരുന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ പറ്റി. ഇനി ഒരുപാട് നല്ല നല്ല സിനിമകളും ഒരുപാട് നല്ല പാട്ടുകളും പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇനി വീണ്ടും കാണാം. ഒരുപാട് സന്തോഷം.